ഹായ് ഫ്രണ്ട്സ്, ദീപ ഡെല്ലി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഇവിടെ ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വിനാഗിരിയും അതുപോലെ നാരങ്ങ നീരും ഉപയോഗിച്ച് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചൂടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 2.5 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണാണ്. ഇനി മഞ്ഞൾപ്പൊടിയാണ് 1/2 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 സ്പൂണോളം ഞാൻ ചേർത്തുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കൂടുതൽ ഇടുന്നതായി തോന്നുന്നത്. എല്ലാം തന്നെ നല്ലതുപോലെ പച്ചമണം മാറിയതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടിട്ട് മസാലയൊക്കെ പുരട്ടി നമുക്ക് 2 മണിക്കൂറോളം വെക്കാം. ഇനി നമുക്ക് വറുത്തരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ വേണം. അരമൂടിയിൽ കുറവേ ഉള്ളൂ തേങ്ങ. ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, 2 പീസ്. പിന്നെ 10-30 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു തുണ്ട് ഇഞ്ചി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ജീരകവുമാണ്. 1-1.5 സ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, കുരുമുളകും. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണയിട്ട് കൊടുത്ത് ഈ മസാലകളൊക്കെ നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളി അതുപോലെ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയാണ് ഇട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ അരമുടിയിൽ കുറവേ ഉള്ളൂ തേങ്ങ, അത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലോട്ട് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ജീരകവും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 12 ഉള്ളിയാണ്. ഇടത്തരം ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും നീളത്തിൽ അരിഞ്ഞു കൊണ്ടുവരാം. ഇനി ചൂടാറാൻ വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റാക്കി നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഈ ചിക്കനിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് കൊളുത്തി ഇതുപോലെ അടി കട്ടിയുള്ള പാത്രം വയ്ക്കുക. ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. അതും ചെറിയ രീതിയിൽ മുറിച്ചെടുക്കാം. ഉള്ളി നന്നായി വഴറ്റി വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി വരാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് മുകളിൽ എണ്ണ തെളിയുന്നവരെ അടച്ചു വയ്ക്കാം. എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇനി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്കതിൽ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരടപ്പ് ഉപയോഗിച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ മുക്കാലും വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ചുടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമാണത്. ഇനി നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, ഇത്രയും ഗ്രേവി കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഗ്രേവിക്ക് ആവശ്യമുള്ളത്. കൂടുതൽ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്താണോ നിങ്ങൾക്കിഷ്ടം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വറുത്തരച്ചതായതുകൊണ്ട് എല്ലാത്തിൻ്റെ കൂടെയും ചേരും. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവി എല്ലാം ഉണ്ട്.
ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു ഹൈപ്പ് കൂടെ തരാനും മറക്കരുത് കൂട്ടുകാരെ.